morning, ma'am. Good morning, sir. So, ഞാൻ ലക്ഷ്മി. എൻ്റെ പേര് ബിബിൻ. എൻ്റെ പേര് ഓസ്റ്റിൻ. സോ ഞങ്ങളുടെ കമ്പനിയുടെ പേര് വിവിധ് ലോക്ക് എന്നാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ കമ്പനി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ടൂറിസ്റ്റിന് കൊടുക്കാനാണ്. അപ്പം ഞങ്ങളുടെ കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടൂറിസ്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഫ്രണ്ട്ലി, പിന്നെ കൾച്ചർ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാനായിട്ടും ആ കൾച്ചറിനകത്ത് കുറച്ച് ഒരു ജീവിതം എങ്ങനെ ജീവിച്ച് നോക്കാനായിട്ടും താല്പര്യപ്പെടുന്ന ടൂറിസ്റ്റുകളെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കമ്പനി ബേസ് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണ്. മെയിനായിട്ട് ടൂറിസ്റ്റ് ഇപ്പോഴത്തെ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൾച്ചറിനോട് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ്റെ കൾച്ചർ എങ്ങനെ നമുക്ക് പഠിക്കാം, അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ ജീവിതം ജീവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ എക്സ്പീരിയൻസ്, ഇത് നമ്മൾ ഇതിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ ഓരോ ഐറ്റിനറീസും നമ്മുടെ ടൂറിസ്റ്റിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് വെച്ചായിരിക്കും ചെയ്യുന്നത്. അത് ഓരോ ഐറ്റിനറീസും യുണീക്ക് ആയിരിക്കും. പിന്നെ അവരുടെ ആ ഒരു ഐറ്റിനറി, അവരുടെ ഒരു എന്താണ് അവർക്ക് വേണ്ടത് അത് വെച്ചായിരിക്കും നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നതും. അവർക്ക് അവിടെ ഫുൾ ആ ഒരു ഇപ്പോൾ ഒരു ട്രൈബൽ ലൊക്കേഷനിലായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എന്തൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, അതായത് ഇപ്പം അവർക്ക് പാടം അങ്ങനെ കൊയ്ത്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവരെ അതിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അതായിരിക്കും മെയിനായിട്ട്. നമ്മുടെ ഈ ട്രാവൽ ഏജൻസിയുടെ നമ്മുടെ ഗ്രോത്ത് മാത്രമല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ലോക്കൽ കൾച്ചർ ബാക്കിലോട്ട് നിൽക്കുന്ന ആ ലോക്കൽ കൾച്ചറും അവരുടെ ആ ദൈനിക ജീവിതത്തിലേക്ക് എന്നാണ് ഒരു എക്കണോമിക് ഗ്രോത്ത് ഞങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് പ്രോഫിറ്റ് അത് കൂടാതെ അവരെങ്ങനെ ഇതിൽ നിന്നും വളരാം എന്ന് ഞങ്ങൾ നോക്കുന്നു. ആ ഒരു ഫാമിലി കമ്മ്യൂണിറ്റി എങ്ങനെ വളർത്തിക്കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ ട്രാവൽ ഏജൻസിയുടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പറയുന്നത് ഇപ്പൊ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 30 ലക്ഷം വരുന്നത്, 20 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഡെസ്റ്റിനേഷൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. അത് മെയിൻലി പറയുമ്പോൾ തന്നെ അത് ബേസിക് അക്ടിവിറ്റീസ് ആയിട്ടാണ്. 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ബേസിസിലായിട്ടാണ് വരുന്നത്. അപ്പം ബാക്കി 5 ലക്ഷം രൂപ പറയുമ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഇൻസിസ്റ്റന്റ് ഇതിലായിട്ടാണ് വരുന്നത്. നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് 5 ലക്ഷം രൂപ വരാൻ കാരണം നമ്മൾ മെയിനായിട്ട് AI യൂസ് ചെയ്തിട്ട് ട്രാവൽ പാക്കേജുകൾ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് AI ജനറേറ്റഡ് ആയിരിക്കും. ഓരോ കസ്റ്റമറിന്റെ യുണീക്ക് ആയിട്ടുള്ള നീഡ്സ് അനുസരിച്ച് AI ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും ട്രാവൽ പാക്കേജ്. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ സ്റ്റേസ് അക്കോമഡേഷൻസ് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് ബാക്ക്വേർഡ് ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ട്രൈബൽസിന്റെ അടുത്താണ്. ട്രൈബൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. ഒരു വരുന്ന ഗസ്റ്റ് അവിടെ ചെന്ന് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സോ ഹു വിൽ ബി റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലായിരിക്കും മെയിനായിട്ട് വരുന്നത്. കാരണം നമ്മൾ ഈ ഫസ്റ്റ് 20 ലക്ഷം രൂപ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇൻവെസ്റ്റ്മെന്റിനകത്തേക്ക് കൊടുക്കുന്നതിലൂടെ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ ആ ബാക്ക് വൈറ്ററായിട്ട് നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയെ നമ്മൾ ചെറുതായിട്ട് ഒരു ബേസിക് ലെവലിലോട്ട് കൊണ്ടുവരികയും അവർക്ക് ആവശ്യമുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ വേറൊരു കൾച്ചറാണ്, 2 തരത്തിലുള്ള കൾച്ചറാണ്. നമ്മൾ വരുന്ന ടൂറിസ്റ്റിനും അവർക്ക് നമ്മുടെ ഈ ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള ഒരു നോളജ് നമ്മൾ ഫസ്റ്റേ കൊടുത്തിരിക്കും. ഇവരെങ്ങനെയാണ്, ഇവരുടെ ഒരു വസ്ത്രധാരണം, ഭക്ഷണം, ഇവരുടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ, ഇത് ടൂറിസ്റ്റിനും ആ ഡെസ്റ്റിനേഷനുള്ള ആൾക്കാർക്കും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കും. ഇതിന്റെ മുകളിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ ഒരു കെയർ ടേക്കറെ നമ്മൾ റെഡിയാക്കി. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഡെസ്റ്റിനേഷൻ ഉണ്ട് ആൾക്കാരുണ്ട്, ട്രൈബൽസിനെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞു, പക്ഷെ അവർക്ക് മാറുന്നുണ്ടെങ്കിലോ? ഇത് ഫസ്റ്റ് ടൈം അല്ല ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ ആഫ്രിക്കയിൽ ഒരു ട്രാവൽ പാക്കേജ് ഉണ്ട്. അവിടുത്തെ ട്രൈബൽ ഏരിയകളിൽ പോയിട്ട് നിന്ന് നമുക്ക് അവരുടെ വസ്ത്രം ധരിച്ച് അവരുടെ കൂടെ താമസിച്ച് നമുക്ക് അവരുടെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാം. അതിൽ നിന്നാണ് ഈ മോട്ടിവേഷൻ ഞങ്ങൾക്ക് വരുന്നത്. അത് നമ്മുടെ കേരളത്തിലും ഇതേപോലത്തെ കൾച്ചറുണ്ട്, ട്രൈബൽസ് ഉണ്ട്, യുണീക്ക് ആയിട്ടുള്ള കുറെ കൾച്ചേഴ്സ് ഉണ്ട് നമ്മൾ ആരും അറിയാതെ പോകുന്നത്. ഇവരെ കൊണ്ടുവരാനും ഇവരെ ഇല്ലാതായി പോകാതിരിക്കുവാനും ഉള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഇതിലൂടെ നോക്കുന്നത്. നിങ്ങൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, അവർക്ക് എന്താണെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. സോ നോർമൽ എന്നെ സംബന്ധിച്ച്, നമ്മളെ നോർമൽ പേഴ്സണെ സംബന്ധിച്ച് നമ്മുടെ പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മളെന്താവും, നമ്മുടെ സ്റ്റാൻഡേർഡ് വലുതാവും, നമ്മുടെ രീതികൾ മാറും, നമ്മൾ പുതിയ ഒരു കാലത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ അവരുടെ അടുത്തും പൈസ ഒന്ന്
ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു കഴിയുമ്പോൾ അതിനാണ് സംഭവിക്കാൻ പോകുന്നത്. എക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരു സൊസൈറ്റി അവര് ഗ്രോത്ത് ഉണ്ടാവും. അവർ ആ ഒരു അവരുടെ ഒരു ഇതിൽ നിന്ന് അവർ മാറി പുറത്തേക്കും വേറെ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു, അവർക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. ശരിക്കും സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആക്ച്വലി ഇല്ലാണ്ടാവുകയല്ലേ ചെയ്യുന്നത്. നമ്മളെ ആ ഒരു കൾച്ചർ ഇല്ലാതാക്കാനല്ല നോക്കുന്നത്. നമ്മൾ ഇതിലൂടെ ആ കൾച്ചറിനെ നിലനിർത്തി കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അത് ആ കൾച്ചറിന് ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. ഈ കൾച്ചർ ഇത്ര യുണീക്കാണ്, ഇതിനകത്ത് നമ്മുടെ ഇത്ര കാലഘട്ടത്തിന്റെ എസൻസ് ഈ കൾച്ചറിനകത്ത് നിങ്ങളിലുണ്ട്. ആ കൾച്ചർ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം, ഇതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇപ്പോൾ മാത്രമല്ല ലോങ് ടൈം ഒരു ചിന്ത നമുക്ക് അവരോട് കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെ കൾച്ചറിനെ നമ്മളിപ്പോഴും വാല്യൂ ചെയ്യുന്നില്ല, നമ്മൾ കറക്റ്റ് അതിന്റെ വാല്യൂ നമ്മളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഈ കൾച്ചറിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് ഈ കൾച്ചറിൽ എത്ര ഭാവിയുണ്ട്, ഈ ടൂറിസത്തിന് ചെറിയൊരു സ്കോപ്പ് അല്ല, ഷോർട്ട് ടൈം ഗോൾ അല്ല, ലോങ് ടൈം ഗോളിനകത്ത് നിങ്ങൾക്ക് എത്ര സമ്പാദിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിലൂടെ വരുത്താം, ഇതാണ് ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തായിരിക്കും? നമുക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ എനിക്ക് കടന്നു പോകണമെന്ന് എനിക്ക് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കൾച്ചറാണ്, ഇങ്ങനത്തെ ഒരു ടൂറിസമാണ്, ഇങ്ങനത്തെ ടൂറിസത്തിലേക്ക് കടന്നു പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പഴയ കാര്യങ്ങള് ഇപ്പൊ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ഞങ്ങൾക്ക് യങ്സ്റ്റേഴ്സും വരുന്നുണ്ട്, പിന്നെ ഓൾഡ് ജനറേഷൻസും വരുന്നുണ്ട്. പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ, ഫോറിനേഴ്സ് വരുവാണെങ്കിൽ മെയിനായിട്ട് അവർ ഓൾഡ് ജനറേഷൻസ് ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ടൂറിസ്റ്റ് വരുന്നത്. അവർ മെയിനായിട്ട് 8 to 25 ആ ഏജിൻ്റെ ഇടയ്ക്കുള്ള ടൂറിസ്റ്റ് ആയിരിക്കും ഞങ്ങൾ ഡൊമസ്റ്റിക് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ വരുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ട്രൈബൽ ആൾക്കാരായിട്ട് നിങ്ങളൊരു കൊളാബറേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിന് എന്ത് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്? ഞങ്ങൾ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവർക്ക് എക്കണോമിക് ഗ്രോത്താണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കൾച്ചറൽ വാല്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നോക്കിയാണ് ഇതിലൂടെ. അതെ, ഇതിലൂടെ അവരുടെ ഒരു എന്താണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് കൊണ്ടുവരിക, ഇവരുടെ ഇമ്പോർട്ടൻസ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അല്ല, നമ്മൾ അവർക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുകയല്ല, ഇവർക്ക് എങ്ങനെ ഈ ഒരു ടൂറിസത്തിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഇവരുടെ ഡൊണേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവർ ഡൊണേറ്റ് ചെയ്യുന്നത് ഇവർക്ക് നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക, ഇവർക്ക് എങ്ങനെ ഇതിലൂടെ ഇവർക്ക് ഗ്രോത്ത് ഉണ്ടാക്കാം, ഇവരുടെ ഈ പ്രൊഡക്ട്സിന് ഇത്ര വാല്യൂ ഉണ്ട്, ഈ വാല്യൂ അതിന് കൊടുക്കുക. അതാണ് നമ്മൾ ഈ ടൂറിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നല്ല പ്ലാനാണ്. ഐ തിങ്ക് എല്ലാ സൈഡിലും നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നല്ല പ്ലാനാണ്. നമ്മളെയും ഭാഗമായിട്ട് അഫക്ട് ചെയ്യാണ്ട് ആ കമ്മ്യൂണിറ്റിനെയും ഭാഗമായിട്ട് അഫക്ട് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് നമുക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാനാണ്. സോ വിഷ് യു ഗുഡ് ലക്ക്. താങ്ക്സ്.